ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാണിയിൽ നിത്യം വിളങ്ങിടണം. അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വസന്തം തീർത്ത ആ സ്വരം ഇനിയില്ല. ഗായകൻ പി ജയചന്ദ്രന്റെ വിയോഗം സിനിമാ ലോകത്തിന് തീരാ നഷ്ടമെന്ന് മലയാള ചലച്ചിത്ര കാണികൾ. മത്സ്യങ്ങൾ അതിന്റെ പുതുമ നിലനിർത്തിക്കൊണ്ട് അന്നേ ദിവസം തന്നെ വാഹനത്തിലെത്തിക്കുന്ന പദ്ധതി മാതൃകാപരമെന്ന് മന്ത്രി കെ രാജൻ. ശരിയായ ഇടതു സമീപനം സ്വീകരിച്ച എഴുത്തുകാരനായിരുന്നു MT വാസുദേവൻ നായരെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അധികാരം നഷ്ടപ്പെട്ടവർക്ക് അതിലേക്ക് തിരിച്ചെത്താൻ സഹായിക്കുന്ന പുതിയ രാഷ്ട്രീയമാണ് രൂപപ്പെടുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മൂന്ന് വർഷമായി പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം സർക്കാർ തടഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അന്നന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾ അതിന്റെ പുതുമ നിലനിർത്തിക്കൊണ്ട് അന്നേ ദിവസം തന്നെ മൊബൈൽ വാഹനത്തിൽ എത്തിക്കുന്ന പദ്ധതി മാതൃകാപരമെന്ന് മന്ത്രി കെ രാജൻ. കുന്നമംഗലം മണ്ഡലത്തിൽ അന്തിപ്പച്ച മൊബൈൽ വിപണന യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗുണനിലവാരമുള്ള മത്സ്യങ്ങളും മത്സ്യവിഭവങ്ങളും ഉപഭോക്താക്കളുടെ വീട്ടുപടിക്കൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി കുന്നമംഗലം മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന അന്തിപ്പച്ച മൊബൈൽ വിപണന യൂണിറ്റിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. PT റഹീം MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 18 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പച്ച മത്സ്യത്തിനു പുറമെ മത്സ്യ അച്ചാറുകൾ, മത്സ്യ കട്ട്ലറ്റ്, റെഡി ടു ഈറ്റ് ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, റെഡി ടു കുക്ക് വിഭവങ്ങളായ മത്സ്യ കറിക്കൂട്ടുകൾ, ഫ്രൈ മസാല എന്നിവയും അന്തിപ്പച്ച വാഹനത്തിൽ ലഭിക്കും. ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന വിധത്തിലുള്ള രാസപദാർത്ഥങ്ങൾ മത്സ്യവിഭവങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഇക്കാലത്ത് ഗുണനിലവാരമുള്ളതും സുരക്ഷിതവുമായ മത്സ്യങ്ങളും മത്സ്യവിഭവങ്ങളുമാണ് സംസ്ഥാന സർക്കാരിന്റെ മത്സ്യഫെഡിന്റെ നേതൃത്വത്തിലുള്ള അന്തിപ്പച്ച മൊബൈൽ യൂണിറ്റ് വഴി വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ന് പച്ചക്കറികളെക്കാൾ കൂടുതൽ അപകടകരമായ വിധത്തിലുള്ള സംഭവങ്ങൾ ഉൾപ്പെടുന്ന മത്സ്യ മാർക്കറ്റ് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാവുന്ന ശാരീരിക പ്രശ്നങ്ങളുടെ ഒരു നീണ്ട നിര കേരളത്തിലുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പിടിച്ച മത്സ്യത്തെ അതത് ദിവസം തന്നെ എത്തിക്കുന്നതിലൂടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ഗുണകരമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകും. അത് മേടിക്കുന്നവർക്ക് അതത് ദിവസം തന്നെ അത് ലഭ്യമാക്കാൻ സാധിക്കും. പച്ചമത്സ്യം അതത് സമയത്ത് ലഭ്യമാകുന്നതിനോടൊപ്പം തന്നെ മത്സ്യഫെഡ് തയ്യാറാക്കി വളരെ ശ്രദ്ധയോടുകൂടി നൽകിക്കൊണ്ടിരിക്കുന്ന വാല്യൂ-ആഡഡ് പ്രോഡക്റ്റുകൾ, അച്ചാറുകളും കട്ട്ലേറ്റും റെഡി ടു ഈറ്റ് ചെമ്മീൻ റോസ്റ്റും ചമ്മന്തിപ്പൊടിയും ഒക്കെ അടക്കം വിവിധങ്ങളായിട്ടുള്ള മത്സ്യവിഭവങ്ങൾ കൂടി നല്ല സുരക്ഷിതമായിട്ടുള്ള ഉത്തരവാദിത്വത്തോടെ ഈ വാഹനത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. അതും വളരെ സന്തോഷകരമായ കാര്യമാണ്. കുന്നമംഗലം ബ്ലോക്ക് ഓപ്പൺ എയർ സ്റ്റേജ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ഗവാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി പുൽക്കുന്നുമ്മൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശരിയായ ഇടതു സമീപനം സ്വീകരിച്ച എഴുത്തുകാരനായിരുന്നു MT വാസുദേവൻ നായരെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MT ഒരു രാഷ്ട്രീയ വായന എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേളുയേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ MT ഒരു രാഷ്ട്രീയ വായന എന്ന സെമിനാർ സംഘടിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. RMP നേതാവ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ ചില സാഹിത്യകാരന്മാർ ചേർന്ന് CPM-നെതിരെ ഭീമഹർജി തയ്യാറാക്കി. ഇതിൽ ഒപ്പുവെക്കാനായി MT-യെ സമീപിച്ചപ്പോൾ അദ്ദേഹം തയ്യാറായില്ലെന്നും
CPM ഇല്ലാത്ത കേരളത്തെപ്പറ്റി ചിന്തിക്കാനാകില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും ഗോവിന്ദൻ അനുസ്മരിച്ചു. സാമൂഹ്യ ജീവിതത്തിന്റെ നവീകരണ പ്രക്രിയയിൽ സൂക്ഷ്മമായി ഇടപെടുകയും സാംസ്കാരിക മേഖലയിലുള്ള പ്രത്യേകിച്ച് അതിൻ്റെ ആശയതലത്തിൽ വളരെയേറെ പ്രകടമായ നിലയിലുള്ള അടയാളപ്പെടുത്തൽ നടത്തുകയും ചെയ്ത ലോകപ്രശസ്തനായ എഴുത്തുകാരനും സാംസ്കാരിക നേതാവുമാണ് MP വാസുദേവൻ നായർ എന്നാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. MP വാസുദേവൻ നായർ ഒരുക്കിയ സാഹിത്യ ലോകത്തിന് പകരം വെക്കാൻ മറ്റാർക്കും ഇന്നത്തെ വ്യവസ്ഥയിൽ സാധിക്കുന്നതല്ല. ഇത് കേവലമായ ഒരു ഭംഗിവാക്കല്ല, തികച്ചും ശരിയായ യാഥാർത്ഥ്യമാണ് എന്നതാണ് സത്യം. പരിപാടിയിൽ കേളുകേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ KP രാമനുണ്ണി, ഖദീജ മുന്താസ്, CPM ജില്ലാ സെക്രട്ടറി P മോഹനൻ, സംസ്ഥാന കമ്മിറ്റി അംഗം A പ്രദീപ് കുമാർ, പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ U ഹേമന്ത് കുമാർ, EP രാജഗോപാലൻ, KV സജയ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വസന്തം തീർത്ത ആ സ്വരം ഇനിയില്ല. അഗാധ ശബ്ദസാഗരം ബാക്കി നിർത്തി മടങ്ങുകയാണ് ഭാവഗായകൻ. ഇക്കഴിഞ്ഞ നവരാത്രി കാലത്ത് അദ്ദേഹം ആലപിച്ച ദേവീ ഗീതം. ശ്രീകലാ ഗോകുലിന്റെ വരികൾക്ക് സുബോധ് ഈണമിട്ട ആ മാസ്മരിക ശബ്ദം വീണ്ടും. വാണിയിൽ നിത്യം വിളങ്ങിടണം വീണാധാരിയം വാഗേശ്വരി, വാണിയിൽ നിത്യം വിളങ്ങിടണം വീണാധാരിയം വാഗേശ്വരി. യുവ സംഗീത സംവിധായകനായ സുബോധ് കോഴിക്കോട് സംഗീതവും ഓർക്കസ്ട്രേഷനും നിർവഹിച്ചിരിക്കുന്ന ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഭാരതീയ വിദ്യാഭവൻസ് സ്കൂൾ കൊയിലാണ്ടി കേന്ദ്രയിലെ പ്രിൻസിപ്പൽ ശ്രീകലാ ഗോകുലാണ്. എല്ലാ വർഷവും നവരാത്രിയോടനുബന്ധിച്ച് ഏതാനും വരികൾ എഴുതുന്നൊരു ശീലമുണ്ട്. ഇത്തവണയും അങ്ങനെ എഴുതി തായേ മൂകാംബികെ. ആ വരികൾ ഞങ്ങളുടെ സംഗീത സംവിധായകനായ സുബോധിനെ അയച്ചു കൊടുത്തു. സുബോധ് അതിന് നല്ലൊരു ഈണം നൽകി തിരിച്ചു തന്നു. അത് കേട്ടപ്പോൾ മനസ്സിൽ വന്നതാണ് ആരെ കൊണ്ട് പാടിപ്പിക്കും. അങ്ങനെ ഒരു ഡിസ്കഷനിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന പേരാണ് നമ്മുടെ ഭാവഗായകൻ ശ്രീ P ജയചന്ദ്രൻ. സുദർശനം ക്രിയേഷൻസ് നിർമ്മിക്കുന്ന ഗാനത്തിന്റെ വീഡിയോ പ്രശാന്ത് മാവൂറാണ് സംവിധാനം ചെയ്തത്. P ജയചന്ദ്രൻ പാടിയ ഭക്തിസാന്ദ്രമായ ഗാനത്തിന്റെ മിക്സിംഗ് പ്രഭിജ് പ്രഭാകറും മാസ്റ്ററിംഗ് KJ ആന്റണിയും നിർവഹിച്ചു. അദ്വൈത് P ശാന്താണ് ക്യാമറ അസിസ്റ്റന്റ്. ദർശൻ, വീണ, വൈഗ, വൈഭവ് തുടങ്ങിയവരും അഭിനയിച്ചു. വിശ്വൈകരൂപിണി ശ്രീജഗന്നായികേ, വിശ്വം നയിച്ചിടും ജഗന്മോഹിനി, വിശ്വൈകരൂപിണി ശ്രീജഗന്നായികേ, വിശ്വം നയിച്ചിടും ജഗന്മോഹിനി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗായകൻ P ജയചന്ദ്രന്റെ വിയോഗം സിനിമാ ലോകത്തിന് തീരാ നഷ്ടമെന്ന് മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ സംഘടന. ഹൃദ്യമായ ആ ഗാനങ്ങൾ മലയാളികളുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകുമെന്നും പ്രസിഡന്റ് C ചാക്കുണ്ണി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. പ്രേക്ഷകർക്ക് പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒരുപോലെ ഹൃദ്യമായ 16,000-ലധികം മനോഹര ഗാനങ്ങൾ ആലപിച്ച മലയാളത്തിന്റെ ഭാവഗായകൻ P ജയചന്ദ്രന്റെ വിയോഗത്തിൽ മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ അനുശോചനം രേഖപ്പെടുത്തി. മലയാളികളുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കുന്ന മലയാളത്തിന്റെ പ്രിയങ്കരനായ ഗായകനായിരുന്നു P ജയചന്ദ്രനെന്നും അദ്ദേഹത്തിന്റെ വിയോഗം സിനിമാ ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്നും മക്കൾ സംസ്ഥാന പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട 16,000-ലധികം ഗാനങ്ങൾ ആലപിച്ച് ജനഹൃദയങ്ങൾ സ്ഥിരപ്രതിഷ്ഠ നേടിയ അനുഗ്രഹീത ഗായകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ മലയാള ചലച്ചിത്ര കാണികൾ പ്രേക്ഷകരുടെ പേരിലും നിരവധി ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെ
ആലപിച്ച് കഴിവ് തെളിയിച്ച ഒരു മഹത് പ്രതിഭയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് മലയാള ചലച്ചിത്ര ലോകത്തിനോ മാത്രമല്ല മലയാള പെരുമ മുഴുവൻ എത്തിച്ച അമർ പ്രതിഭയുടെ വേർപാടിൽ അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അധികാരം നഷ്ടപ്പെട്ടവർക്ക് അതിലേക്ക് തിരിച്ചെത്താൻ ഏത് നെറികെട്ട മാർഗവും സ്വീകരിക്കാൻ സഹായിക്കുന്ന പുതിയ രാഷ്ട്രീയമാണ് രൂപപ്പെടുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CH ഹരിദാസ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NCP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CH ഹരിദാസ് അനുസ്മരണ പരിപാടികൾ കോഴിക്കോട്ട് നടന്നു. LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷതയെ നിഷേധിക്കുന്ന മതരാഷ്ട്രവാദം നിലപാടായി സ്വീകരിച്ച SDPI, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളാണ് അധികാരം നഷ്ടപ്പെട്ടവരെ അതിലേക്ക് തിരിച്ചെത്തിക്കാൻ വഴിയൊരുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന BJP-യാണ് രാജ്യം ഭരിക്കുന്നത്. വർഗീയതയെ വർഗീയത കൊണ്ട് നേരിടാനാവില്ലെന്ന കാര്യം തിരിച്ചറിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. NCPയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ യോജിപ്പിനും ഐക്യത്തിനും വേണ്ടി സജീവമായി ആശയപരമായ നിലപാട് സ്വീകരിച്ച് നേതൃത്വം നൽകി പ്രവർത്തിച്ചിരുന്നു. എല്ലാ നിലയിലും കോൺഗ്രസ് എസിന്റെ ഭാരവാഹി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം പിന്നീട് NCPയുടെ പ്രവർത്തനത്തിന് നേതൃത്വമായി എന്നുള്ളതും രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇന്നൊരു പ്രത്യേക സാഹചര്യത്തെ നമ്മൾ നേരിടുകയാണ്. അത് നാം തുടർച്ചയായി നടത്തിക്കൊണ്ടുവരുന്ന AKS ഇവിടെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ച വർഗീയവാദത്തിന്റെ ആപൽക്കരമായ നിലയാണ്. മതരാഷ്ട്രവാദത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നവരാണ്, നിലപാടുകൾ എടുക്കുന്നവരാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണസ്ഥാനത്തുള്ളത്. മന്ത്രി AK ശശീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്നത്തെ പോലെയല്ല, അന്ന് KSU കേരളത്തിലെ ഏറ്റവും പ്രബലമായ വിദ്യാർത്ഥി സംഘടനയായിരുന്നു. ആ കാലം മുതൽ ഒരു വാഹനാപകടത്തിൽ ശ്രീ ഹരിദാസ് മരിക്കുന്നത് വരെ ഞങ്ങൾ ഒരേ തോണിയിൽ ഒരേ ആശയവുമായി ഒരേ ദിശയിലേക്ക് തുഴഞ്ഞു പോയവരാണ്. പരിപാടിയിൽ NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കൊളാടി, KTM കോയ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 3 വർഷമായി പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. മുതിർന്ന പൗരന്മാരോട് സർക്കാർ വഞ്ചനയാണ് കാണിക്കുന്നതെന്നും ജില്ലാ സമ്മേളന വിശദാംശങ്ങൾ വിവരിക്കവേ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇപ്പോൾ നിലവിൽ 19% ക്ഷാമാശ്വാസം പെൻഷൻകാർക്ക് കുടിശ്ശികയാണ്. 3 കൊല്ലമായിട്ട് ഈ പെൻഷൻ്റെ കൂടെ ക്ഷാമാശ്വാസം തരുന്നില്ല. അതുപോലെ ഇപ്പോൾ ഒരു പെൻഷൻ റിവിഷൻ്റെ സമയം കഴിഞ്ഞു. ജൂലൈ മുതൽക്ക് പുതിയ പെൻഷൻ റിവിഷന് അർഹത ഉള്ളതാണ്. പക്ഷെ അതിൻ്റെ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല, കമ്മീഷനെ പോലും വെച്ചിട്ടില്ല. കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് നടന്ന പെൻഷൻ റിവിഷൻ്റെ അരിയേഴ്സ് 4 ഗഡുക്കളായി ഒരു ഗഡു ഇനിയും ബാക്കിയാണ്, ഇതുവരെ തന്നിട്ടില്ല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ വാർഷിക സമ്മേളനം ജനുവരി 13, 14 തീയതികളിൽ നളന്ദ ഓഡിറ്റോറിയത്തിലെ MT പത്മ നഗറിൽ നടക്കും. 13-ന് രാവിലെ ജില്ലാ പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾ ആരംഭിക്കും. സാംസ്കാരിക സദസ്സ് VR സുധീഷും 14-ന് നടക്കുന്ന സമ്മേളന പരിപാടികൾ KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ് MLA യും പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KR കുറുപ്പും ഉദ്ഘാടനം ചെയ്യും.
തുടർന്ന് വനിതാ സമ്മേളനവും സുഹൃത്ത് സമ്മേളനവും നടക്കുമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM അബ്ദുറഹിമാൻ, ജില്ലാ പ്രസിഡന്റ് KC ഗോപാലൻ, സെക്രട്ടറി OM രാജൻ, ട്രഷറർ T ഹരിദാസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൃക്കരോഗ നിർണയത്തിനായി മൊബൈൽ മെഡിക്കൽ പരിശോധനാ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ജനുവരി 12-ന് തുടക്കം കുറിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഡയാലിസിസ് രോഗികൾ ദൈനംദിനം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തുടങ്ങുന്ന കാലത്ത് ആകെ അവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ ഒരു 6 കേന്ദ്രം ഉപയോഗിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ 6 കേന്ദ്രം വന്നിട്ടും ഞങ്ങൾ ബേപ്പൂർ മണ്ഡലം ഒളവൺ പഞ്ചായത്തിൻ്റെ പരിധിയാണ് നമുക്ക്. ആ പരിധിയിൽ ഇപ്പോഴ് ഞങ്ങൾ തന്നെ ഈ 6 ഇതിൽ വന്നിട്ടും ഞങ്ങളെടുത്തപ്പോൾ അപേക്ഷകരായിട്ട് 35 ആൾക്കാർ ബാക്കിയാണ്, ഈ പാവപ്പെട്ട ആൾക്കാർ. നല്ലളം ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തന മേഖലയിലെ 9,000-ഓളം വീടുകളിലും ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് ആവശ്യമായ എല്ലാവരെയും ഉൾപ്പെടുത്തി ലാബ് പരിശോധനയിലൂടെ പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗനിർണയം നടത്താനുള്ള ബൃഹത് പദ്ധതിയാണ് ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ചെയർമാൻ VKC മുഹമ്മദ് കോയ പറഞ്ഞു. ബ്ലഡും യൂറിനും പരിശോധിച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിന് ആ സമയത്ത് വളരെ ചെറിയ നിസ്സാര മരുന്ന് കൊണ്ടത് മാറ്റാൻ കഴിയും. അത് അതിനേക്കാൾ കുറച്ച് കൂടിയതാണെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഡയാലിസിസ് ചെയ്യാതെ കഴിയൂടാം. അതിന് ആവശ്യമായിട്ടുള്ള ഒരു പരിശോധനാ സംവിധാനമാണ് ഞങ്ങൾക്ക് ഏർപ്പെടുന്നത്. ഇപ്പോൾ തുടരുന്നത് ഞങ്ങളിപ്പം പിന്നെ ഈ ബേപ്പൂർ മണ്ഡലം കുളവണ്ണ പഞ്ചായത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. കുളവണ്ണ പഞ്ചായത്തിൽ ഞങ്ങൾ ഒരു മാസം തുടർച്ചയായിട്ട് ഈ പ്രദേശത്ത് എല്ലാ വാർഡിലും ഞങ്ങൾ ഈ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും തണലിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജനുവരി 15 മുതൽ ഒളവണ്ണ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും മൊബൈൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് പദ്ധതിക്ക് തുടക്കമാകും. വൃക്കരോഗ പ്രതിരോധത്തിനുള്ള മൊബൈൽ മെഡിക്കൽ പരിശോധനാ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജനുവരി 12-ന് പന്തിരാങ്കാവ് IUP സ്കൂളിൽ വെച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ MA ഖാലിദ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മുൻകാല കായിക താരങ്ങളുടെ സംഘടനയായ ആലുമിനി ഓഫ് സായി കാലിക്കറ്റിന്റെ കളിക്കളത്തിനൊരു കൈത്താങ് പദ്ധതി പരിപാടികൾ ജനുവരി 11-ന് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ 25ഓളം ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ സ്വീകരിച്ച് അതിൽ നിന്നും ഞങ്ങളെ കൂട്ടത്തിലുള്ള തന്നെ വിദഗ്ധരായ കോച്ചുമാരും അതുപോലെ തന്നെ ഇന്റർനാഷണൽ പ്ലേയേഴ്സ്, അർജുന അവാർഡി, ഒളിമ്പ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു കമ്മിറ്റി അതിൽ നിന്ന് 15ഓളം ക്ലബ്ബുകളെ സെലക്ട് ചെയ്ത് ഏറ്റവും എലിജിബിളായ, ഏറ്റവും അർഹരായ 15ഓളം ക്ലബ്ബുകളെ സെലക്ട് ചെയ്ത് അവർക്ക് നാളെ ഇതുപോലെ തന്നെ കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. കളിക്കളത്തിനൊരു കൈത്താങ് എന്ന പദ്ധതിയുടെ 2ാമത് പരിപാടിയാണ് ജനുവരി 11-ന് നടക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ലഭിച്ച 75ഓളം അപേക്ഷകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 15ഓളം കായിക പരിശീലന കേന്ദ്രങ്ങൾക്ക് പരിപാടിയുടെ ഭാഗമായി കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്യും. MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്യും. കമാൽ വരദൂർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. വിവിധ കായിക സംഘടനാ പ്രതിനിധികൾ, ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ, പരിശീലകർ, സ്പോർട്സ് കൌൺസിൽ പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മുഹമ്മദ് JM, A ഫൈസൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കൊളത്തൂർ അദ്വൈതാശ്രമത്തിന്റെ ഈ വർഷത്തെ ധർമ്മ പ്രഭാഷണ പരമ്പര ജനുവരി 12-ന് ആരംഭിക്കും. വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെയാണ് പ്രഭാഷണം ഉണ്ടാവുകയെന്ന് സംഘാടകർ പറഞ്ഞു. അദ്വൈതാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 20-21 വർഷത്തിലധികമായി കോഴിക്കോട് ശ്രീമദ് സ്വാമി ചിദാനന്ദപുരിയുടെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ധർമ്മ പ്രഭാഷണ പരമ്പര നടന്നു വരികയാണ്. വാർഷികമായിട്ട് എല്ലാ വർഷവും ജനുവരി 12 മുതൽ 18 കൂടി ചില ദിവസങ്ങളിലാണ് പ്രഭാഷണ പരമ്പര നടക്കുന്നത്. എല്ലാ വർഷവും അതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മുതലക്കുളം മൈതാനിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതൊരു വലിയ രീതിയിലുള്ള ചലനങ്ങൾ സനാതന ധർമ്മത്തെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. കൊളത്തൂർ അദ്വൈതാശ്രമത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നഗരത്തിൽ പ്രതിവർഷം നടത്തിവരാറുള്ള ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികളുടെ ധർമ്മ പ്രഭാഷണ പരമ്പര ജനുവരി 12 മുതൽ 18 വരെ മുതലക്കുളം മൈതാനിയിൽ നടക്കും. ദിവസവും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെയാണ് പരിപാടി. ഈ വർഷം ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായത്തെ അധികരിച്ചാണ് പ്രഭാഷണം നടത്തുക. ദിവസവും സംശയ നിവാരണത്തിനുള്ള അവസരവും ഉണ്ടായിരിക്കുമെന്ന് കൊളത്തൂർ ശ്രീ വല്ലോറക്കാവ് ക്ഷേത്ര സമിതി ഭാരവാഹികളായ കാര്യദർശി സി ശിവദാസൻ, അധ്യക്ഷൻ MK രജീന്ദ്രനാഥ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ക്യാപ്റ്റൻ ലക്ഷ്മി സ്മാരക മന്ദിരം ജനുവരി 14-ന് സമർപ്പിക്കും. ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം നിർവഹിക്കും. കോഴിക്കോട് IHRD കോളേജിന് സമീപമാണ് പുതിയ കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചത്. ഓഫീസ് വേണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾ 22-ന് ഞങ്ങൾ യൂത്ത് തലത്തിലുള്ള പ്രവർത്തനം നടത്തി ഫണ്ട് സമാഹരിച്ച് അങ്ങനെ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പേരിലാണ് ഞങ്ങൾ സ്മാരകം 14-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനടുത്ത് ഒരു ചെറിയ ഹോളുണ്ട്. സദാ ജോസഫിൻ്റെ പേരിലാണ് സ്ഥാപനങ്ങൾ. പൊരുതുന്ന സ്ത്രീകളുടെ സമരകേന്ദ്രം, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര കേന്ദ്രം എന്നീ നിലകളിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ചിട്ടയോടെ ഏറ്റെടുക്കാൻ ക്യാപ്റ്റൻ ലക്ഷ്മി മന്ദിരം കരുത്തു പകരുമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സാരഥികൾ പറഞ്ഞു. ലൈബ്രറി, വായനശാല, സാംസ്കാരിക കേന്ദ്രം, നിയമസഹായ വേദി, സിംഗിൾ വുമൺ ആശാ കേന്ദ്രം, സ്ത്രീ പഠന വേദി തുടങ്ങിയവ കെട്ടിടത്തിൽ പ്രവർത്തിക്കും. മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ ജില്ലയിലെ 3601 യൂണിറ്റുകളിൽ നിന്നും സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഓഫീസ് യാഥാർത്ഥ്യമാക്കിയത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ക്യാപ്റ്റൻ ലക്ഷ്മി സ്മാരക മന്ദിരം ജനുവരി 14-ന് ബൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ജോസഫൈൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KK ലതിക, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജമീല കാനത്തിൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ഉഷാദേവി, ജില്ലാ സെക്രട്ടറി K പുഷ്പജ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാണിയിൽ നിത്യം വിളങ്ങിടണം. അനശ്വര ഗാനങ്ങളിലൂടെ പാട്ടിന്റെ വസന്തം തീർത്ത ആ സ്വരം ഇനിയില്ല. ഗായകൻ P ജയചന്ദ്രന്റെ വിയോഗം സിനിമാ ലോകത്തിന് തീരാ നഷ്ടമെന്ന് മലയാള ചലച്ചിത്ര കാണികൾ. മത്സ്യങ്ങൾ അതിന്റെ പുതുമ നിലനിർത്തിക്കൊണ്ട് അന്നേ ദിവസം തന്നെ വാഹനത്തിലെത്തിക്കുന്ന പദ്ധതി മാതൃകാപരമെന്ന് മന്ത്രി K രാജൻ. ശരിയായ ഇടതു സമീപനം സ്വീകരിച്ച എഴുത്തുകാരനായിരുന്നു MT വാസുദേവൻ നായരെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അധികാരം നഷ്ടപ്പെട്ടവർക്ക് അതിലേക്ക് തിരിച്ചെത്താൻ സഹായിക്കുന്ന പുതിയ രാഷ്ട്രീയമാണ് രൂപപ്പെടുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. 3 വർഷമായി പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.